ഉത്തരകാശിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ റോഡിൻ്റെയൊക്കെ നിലവിലെ അവസ്ഥയൊന്ന് നോക്കൂ നമ്മൾ. എത്രത്തോളം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു, ആ പ്രളയത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് മഴ നന്നായിട്ട് പെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, മിന്നൽ പ്രളയമാണ് ഈ പ്രദേശത്തെ ഒന്നാകെ പല പ്രദേശങ്ങളെയും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനോഹരമായ മലമടക്കുകളൊക്കെ ആയിരുന്നു. പല പല തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ നിന്നിരുന്ന സ്ഥലങ്ങൾ കൂടിയായിരുന്നു. അതാണിപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്തം അത് മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അലർട്ടുകൾ പല രീതിയിൽ വരുമ്പോഴും ഈ പ്രദേശത്തൊക്കെ തന്നെ നമ്മൾ തീർത്ഥാടനത്തിനായും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആളുകൾ, മലയാളികളൊക്കെ പോകുന്ന ദൈനംദിനമായി തന്നെ പോകുന്ന, പ്രത്യേകിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെ ഈ ടൂറിസം അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ള ഒരു സമയമാണ്. അവിടെയൊക്കെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് യാത്രയ്ക്കാക്കി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ മേഖലകളിലൊക്കെയുള്ള അവസ്ഥ, അവിടുത്തെ ഹോട്ടലുകളൊക്കെയാണ് ആശ്രയിച്ചാണ് പലരും പോകുന്നത്. അപ്പോൾ അതൊരു ജാഗ്രതയായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ് ശ്രീ രാജഗോപാൽ കമ്മത്ത്? ഈ നദീതീരത്തെ ഹോട്ടലുകളിൽ താമസിക്കാൻ നല്ല രസമാണ്. കാരണം നദി ഒഴുകി പോകുന്നത് കാണാം, അതുപോലെ മലഞ്ചെരുവുകൾ കാണാം, മഞ്ഞുമൂടി കിടക്കുന്ന മലഞ്ചെരുവുകളൊക്കെ കാണാം. പക്ഷേ അതൊക്കെ അപകടകരമായ കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വെള്ളം ഇറങ്ങി വരുന്നതും ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശമാകെ എടുത്തുകൊണ്ട് പോകുന്നതും ആ വഴി നദിയുടെ അരികിലുള്ള വീടുകളാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നമ്മളിവിടെ ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കൂടി മനസ്സിലാക്കുക. അതായത് സേഫായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത്, അല്പം പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, അല്പം സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് റൂമെടുത്ത് താമസിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു ഓഗസ്റ്റ് 16-ാം തീയതി വരെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ ഈ ഒരു ചെരുവിലാണ് ഈ ഗ്രാമമുള്ളത്. ധാരാളി വില്ലേജ് ഉള്ളത്, സുക്കി ധാരാളി എന്നൊക്കെ പറയുന്ന വില്ലേജസ് ഉള്ളത് ചെരുവിലാണ്. അവിടെ ഭഗീരഥി നദി ഒഴുകി പോകുന്ന ഒഴുകുന്നതിൻ്റെ ആ ഇരുവശത്തുമാണ് ഹോം സ്റ്റേകളും മറ്റുമൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ മലഞ്ചെരുവുകളിൽ ധാരാളം തോട്ടങ്ങളും മണ്ണെടുപ്പും മറ്റു കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പൊ പൊതുവേ നമ്മളിപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ബീറ്റിംഗ് ദ റോങ് ഡ്രം, അതായത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്ലൗഡ് ബോസ്റ്റ്. ആദ്യമേ ക്ലൗഡ് ബോസ്റ്റ് ഉണ്ടായി, മിന്നൽ പ്രളയം ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഇന്നലെ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയത്. അപ്പോഴാണ് അറിയുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്നുള്ളത്. ഉരുൾപൊട്ടൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം. അതിന് തീർച്ചയായിട്ടും വലിയ മഴ പെയ്ത് സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. അത്തരത്തിലുള്ള വലിയ മഴ ഈ രീതിയിൽ സാച്ചുറേറ്റ് ചെയ്ത് ഈ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ട്രിഗർ വേണം. ആ ട്രിഗറാണ് ഞാൻ പറഞ്ഞത്. ആ മലഞ്ചെരുവിനെ ദുർബലമാക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ക്ലൗഡ് ബേസ്റ്റ് ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതല്ല, അത് ശരിക്കും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളെല്ലാം, മലഞ്ചെരുവിലുണ്ടാകുന്ന ദുരന്തങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. വയനാട് ഉൾപ്പെടെയുള്ളവ മനുഷ്യനിർമ്മിതമാണ്. ഉത്തരാഖണ്ഡും വ്യത്യസ്തമായ ഒരു സ്ഥലമല്ല, മലഞ്ചെരുവാണ്. ഇതിനേക്കാൾ ദുർബലമായ, പശ്ചിമഘട്ടത്തെക്കാൾ ദുർബലമായിട്ടുള്ള മേഖലയാണ് ഹിമാലയം. പശ്ചിമഘട്ടത്തിനേക്കാൾ പ്രായം കുറവാണ്. അവിടെ ഈ ഒരു മാസത്തിനുള്ളിൽ 2 ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ മേഖല ആകെ ദുർബലമാകും. ഈ ഒരു മാസം മുമ്പ് 4.5 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മാസം മുമ്പ് ഇതേപോലെ 4.5 മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ജിയോളജിക്കൽ ഘടനയാണ്. കാരണം ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിന് അടിയിലേക്ക് ചെന്ന് ചേരുന്ന സ്ഥലമാണ്. അങ്ങനെ തന്നെയാണ് ഈ ഹിമാലയം ഉണ്ടായത് തന്നെ. കാരണം ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് ചെന്ന് ഇടിച്ചിട്ടാണ് ഹിമാലയം പർവ്വത നിരകൾ തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഹിന്ദുക്കുഷ് മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും 9 മാഗ്നിറ്റ്യൂഡിൽ കൂടുതലുള്ള വലിയ ഭൂകമ്പം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പറയുന്നു. അപ്പൊ അത് എപ്പോൾ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ വലിയ നിർമ്മാണം, ഇതിവിടെ ഡാമുണ്ട്, ഭഗീരഥി നദിയുടെ ഡാമുണ്ട് തൊട്ടടുത്ത്. ഡാം ഇൻഡ്യൂസ്ഡ് ആയിട്ട് അവിടെ ചെറു ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജിയോളജിക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഭാഗ്യമുണ്ട്. വളരെ വലിയ കെട്ടിടങ്ങൾ അവിടെ കണ്ടില്ല. 2, 3, 4 നില മാത്രമുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത്. അവിടെ വളരെ വലിയ കെട്ടിടങ്ങളൊന്നും കണ്ടില്ല. ഒരു ഭാഗ്യം. കാരണം അത്രയും വലിയ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത്രയും ആളുകൾ കൂടെ ഇതിൻ്റെ കൂടെ പോകും. ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ നദിയുടെ അരികിൽ, നദി ഒഴുകിപ്പോകുന്ന വഴിയാണ്, നദി ഒഴുകിപ്പോകുന്ന വഴിയിലാണ് കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നത്. ഇവർ വിശ്വസിക്കുന്നത് ഒരിക്കലും നദി നിറഞ്ഞൊഴുകി വരത്തില്ലെന്നാണോ? ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ധാരാളം വെള്ളം ഈ നദികളിലൂടെ ഈ ഒഴുകി വരാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ തീർച്ചയായും അങ്ങ് രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ തന്നെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിൻ്റെ കണക്കെടുപ്പും അതിൻ്റെ കാരണങ്ങളും തിരഞ്ഞുള്ള അന്വേഷണങ്ങളിലേക്ക് പോകും. അപ്പോഴും
ആ അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പൂർത്തിയായ ശേഷം ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഇതേ ഭൂമിയിൽ ദുർബലമായിട്ടുള്ള മണ്ണിൻ്റെ ഘടനയുള്ള ആ ഭൂമിയിൽ വൻ കെട്ടിടങ്ങളൊക്കെ ഉയരും. അപ്പോൾ ഇവിടേക്ക് പോകുന്ന ആളുകൾ യാത്രകളൊന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ സേഫ് സോണുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ നിർദ്ദേശങ്ങൾ, അലർട്ടുകൾ ഇതൊക്കെ അനുസരിച്ച് മാത്രമേ യാത്ര നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം മേഖലകളിലേക്ക് പോകാവൂ എന്നുകൂടിയാണ് ഈ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.